ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും മലയാളം എക്സാം ഒക്കെ എഴുതി വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മലയാളം എക്സാം എന്നുള്ള ആരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈസി ആയിരുന്നു, മീഡിയം ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു? എക്സാമിനറിലെ നമ്മുടെ ഷാജി സാറിന് അടിപൊളി ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആയത് നിങ്ങൾക്ക് അതിലേക്ക് ചോദ്യങ്ങളൊക്കെ വന്നോ എന്നുള്ള ആരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മാത്രമല്ല, ഇന്ന് വൈകുന്നേരം നടക്കുന്ന ബയോളജി ആൻഡ് കെമിസ്ട്രി മാരത്തോൺ ലൈവില് ഇന്നത്തെ കമന്റ് ബോക്സിലെ വിന്നേഴ്സിനെയും കൂടെ പിക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും കമന്റ് ചെയ്യണം, ഓണസ്റ്റ്ലി കമന്റ് ചെയ്യാം കേട്ടോ, അത്രേ പറയാനുള്ളൂ. ഒരു 3 ഡേ സ്റ്റഡി ചാലഞ്ച് ഞാൻ നിങ്ങൾക്ക് തന്നാൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? കാരണം എനിക്കറിയാം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി മലയാളം കൂടെയാണ്, ഒരു സമാധാനമൊക്കെ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ സൂചിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പരീക്ഷ മൺഡേ വരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും, ഇന്നും നാളെയും, പലരും ഇന്നും നാളെയും നമ്മൾ ചില്ല് ചെയ്യാം, സൺഡേ പഠിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും. അത് നിങ്ങളൊരു വലിയൊരു ട്രാപ്പാണ് മക്കളെ. അത് നിങ്ങൾ ചെയ്യാതിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, നിങ്ങൾക്ക് ഇനി പരീക്ഷകളുണ്ട്. മാത്രമല്ല ഇനിയുള്ള പരീക്ഷകൾ അടുപ്പിച്ചാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. സോഷ്യൽ ഉണ്ട്, പിന്നെ ഫിസിക്സ് ഉണ്ട്, ബയോളജി കെമിസ്ട്രി ഒരുമിച്ചുണ്ട്, പിന്നെ ഹിന്ദി ഉണ്ട്. ഇത്രയും പരീക്ഷകളാണ് ഈ ബാക്കിയുള്ളത്. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ 2 ദിവസം വെറുതെ സമയം വേസ്റ്റ് ചെയ്യാതെ ഒന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ഓണപ്പരീക്ഷ എന്തായാലും അടിപൊളിയായിട്ട് പോകും. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിട്ട് പോകും. കാരണം നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമെന്ന്. അത്രയേ ഉള്ളൂ പഠിക്കാൻ. പബ്ലിക് എക്സാം ഒന്നുമില്ല, കുറേ പഠിക്കാനൊന്നുമില്ല, 3-4 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. എക്സാമിനർ ലൈവും ഉണ്ടാവും, പറഞ്ഞുതരാം സ്റ്റഡി പ്ലാൻ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് ഓണപ്പരീക്ഷ അടിപൊളിയായിട്ട് പോകും. ഓണപ്പരീക്ഷ കഴിഞ്ഞുള്ള വെക്കേഷൻ ഫുൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഒരു ടെൻഷനും ഇല്ല. കാരണം നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും ടെൻഷൻ അടിക്കണ്ടാവില്ല. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം പേപ്പറിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. മിക്കവാറും അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് A+ തന്നെയായിരിക്കും. എന്ത് സമാധാനം ഉണ്ടാവും. അപ്പം തൽക്കാലത്തെ ഒരു സമാധാനക്കേട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത്, ആ സമാധാനം സാക്രിഫൈസ് ചെയ്ത് കുറച്ച് സമാധാനക്കേട് എടുത്താലും ആ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, വേറെ ലെവലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു 3 ഡേ സ്റ്റഡി ചാലഞ്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന എക്സാമിനർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും ഈ 3 ദിവസം. അതായത് ഇന്ന് വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ, ലൈവിൽ വന്നിട്ട് നമ്മൾ കൃത്യം 7 മണിക്ക് ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഫുൾ ചാപ്റ്റർ റിവിഷൻ, അതായത് ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചെടുക്കുന്നു. ത്രൂ ചോദ്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. കാരണം ഇനി വെറുതെ നമ്മൾ തിയറി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളും നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങണം. അപ്പോൾ ബയോളജി കെമിസ്ട്രി നമ്മൾ ഫുൾ പഠിക്കുന്നു. കാരണം എന്തിനാ അങ്ങനെ പഠിക്കുന്നത് അറിയാം? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സോഷ്യലിൽ പഠിക്കാൻ 2 ദിവസമുണ്ട്, ഫിസിക്സിന് ഒരു കംപ്ലീറ്റ് ദിവസമുണ്ട്, ബയോളജി കെമിസ്ട്രിക്ക് 2-നും കൂടി ഒരു ദിവസമുള്ളൂ. ഒരു ദിവസം പോലും ഇല്ല, ഒരു വൈകുന്നേരം ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചാലേ ശരിയാവുള്ളൂ. നമ്മൾ ബയോളജിയും കെമിസ്ട്രി പഠിക്കുന്നു, അത് തീർന്നു, അത്രയും മതി. പിന്നെ 2 ദിവസം നമുക്ക് സോഷ്യൽ പഠിക്കാനുണ്ട്. നാളെ നമ്മുടെ സോഷ്യലിൻ്റെ ഫുൾ ചാപ്റ്റർ മാരത്തോണും, മറ്റന്നാൾ ഞായറാഴ്ച 50 ഷുവർ ക്വസ്റ്റ്യൻസ്. രണ്ടും വേറെ ലൈവാണ്, ഒരേ ലൈവ് അല്ല, ഒരേ ചോദ്യങ്ങളല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, സെപ്പറേറ്റ് കാര്യങ്ങളായിരിക്കും. നാളെ ഫുൾ ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്തിരിക്കുന്നു, മറ്റന്നാൾ എന്ത് ചെയ്യുന്നു മക്കളെ, 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട്, സോഷ്യൽ എഴുതി കഴിഞ്ഞ് വരുമ്പോൾ ഞാനുണ്ടാവും നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കാൻ വേണ്ടി. ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ അടങ്ങിയ ഫിസിക്സ് മാരത്തോൺ ലൈവ് നിങ്ങൾക്ക് മൺഡേ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കെമിസ്ട്രിയും ബയോളജി ഈസി ആയിട്ട് പഠിക്കാം. ഹിന്ദിക്കും നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ളായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതിലെ കണ്ടീഷൻ എന്താണ്? ഇന്നും നാളെ റെസ്റ്റ് ദിവസങ്ങളല്ല, ഇന്നും നാളെയും മാക്സിമം നന്നായിട്ട് ഓക്കെ തൊട്ടടുത്ത ദിവസം പരീക്ഷ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഒരു 3 ഡേ സ്റ്റഡി ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആയിട്ട് നിങ്ങൾ ഓണപ്പരീക്ഷ എഴുതുക, എത്രത്തോളം കോൺഫിഡൻസോടെ എഴുതുക. ആ പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് എത്രത്തോളം സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഒരു റിഗ്രറ്റ് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു 3 ഡേ സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് തന്നെ ചെയ്യണം. അതിൻ്റെ എഫക്റ്റ് വേറെ ലെവലിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ഓണപ്പരീക്ഷയുടെ വെക്കേഷനും, മാത്രമല്ല നിങ്ങളുടെ പബ്ലിക് എക്സാമിനും. കാരണം ഇതൊന്നും വേസ്റ്റ് ആയി പോലും, ഇതൊക്കെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്ര മാത്രമേ പറയാനുള്ളൂ. ഈ 3 ഡേ സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വൈകുന്നേരം ലൈവിൽ വരിക. ഈ കമൻറ്റ് ബോക്സിൽ നിന്നും വിന്നേഴ്സിനെ പിക്ക് ചെയ്യുന്നതായിരിക്കും ക്യാഷ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ലൈവിൽ വന്നോണം, അത്രേ പറയുന്നുള്ളൂ. ബൈ, ടേക്ക് കെയർ. നമുക്കിനി കാണാം.